യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തിനെ അറിയിക്കുകയാണ്. ജീസസ് ഫെലോഷിപ്പിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് കടന്നു വന്ന നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നമാണ്, മറന്നുപോകരുത്. നിങ്ങളിലൊക്കെ ദൈവത്തിന് ആഗ്രഹങ്ങളുണ്ട്, ദൈവത്തിന് ഓരോ പ്ലാനുകളുണ്ട്. സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ 3 മണിക്കൂറത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ എവിടേക്കോ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ 100% ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. കരങ്ങളൊക്കെ അടിച്ച് കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിനായിട്ട് 2 കൊരിന്ത്യർ 4:3 2 കൊരിന്ത്യർ 4:3 ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഹല്ലേലൂയ. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. 2 കൊരിന്ത്യർ 4:3 പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ. വാക്യം 4, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സിനെ കുരുടാക്കി. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നശിച്ചു പോകുന്നവർ വചനം വിശ്വസിക്കാത്തവരാണ്. നശിച്ചു പോകുന്നവർ അവിശ്വാസികളാണ്. ഈ നശിച്ചു പോകുക എന്ന് പറയുമ്പോൾ ആത്മീയമായും ഭൗതികമായും നശിച്ചു പോകുന്നവർ. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ നന്നാകത്തില്ല, ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ നന്നാകത്തില്ല. കാരണം നിങ്ങൾ അവിശ്വാസികളായതുകൊണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ പറയുന്നത്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ. അപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കപ്പെടുന്ന യേശു കർത്താവിൻ്റെ സുവിശേഷം അത് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് മറഞ്ഞിരിക്കണമെങ്കിൽ അതിൻ്റെ താഴെ പറയുന്നു, പിതാവിൻ്റെ പ്രതിമയായ തേജസ്സുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം. അപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന തിരുവചനം അത് തേജസ്സുള്ളതാണ്, അത് പ്രകാശിക്കുന്നതാണ്. സ്തോത്രം പറഞ്ഞാട്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് വിശുദ്ധ കള്ളൻ്റെ സുവിശേഷമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് വിശുദ്ധനായ യേശു കർത്താവിൻ്റെ സുവിശേഷമാണ്. അതപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ശോഭിക്കുന്നില്ലെങ്കിൽ ഈ തിരുവചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് എത്തപ്പെടാത്തത് കൊണ്ടാണ്. അതാണ് വചനം പറയുന്നത്, നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നു എങ്കിൽ. അപ്പോൾ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ തിരുവചനം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ ഈ ഹോളിലോട്ട് കാറ്റ് കടന്നു വരാതിരിക്കാൻ നമ്മൾ ഡോർ അടച്ചിട്ടേ പറ്റൂ. അപ്പോൾ കാറ്റ് കടന്നു വരുന്നില്ലെങ്കിൽ എന്തോ ഒന്ന് ഈ ഹോളിൻ്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് എത്തപ്പെടാതിരിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടു. അതിൻ്റെ കാരണം ഒന്ന്, ഈ നശിക്കുന്നവർ ആരാന്നറിയാമോ? താഴെ പറയുന്നു, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ഈ നശിക്കപ്പെടുന്ന ഒരു കൂട്ടം യേശു കർത്താവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരാണ് വചനപ്രകാരം നശിക്കപ്പെടുന്നവർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ ദിനംപ്രതി ഇന്ന് തന്നെ ലക്ഷക്കണക്കിന് ദൈവദാസന്മാർ ദൈവത്തിൻ്റെ തിരുവചനം പ്രസംഗിക്കപ്പെടുമ്പോഴും, ഇന്ന് ഈ ഹോളിൻ്റെ അകത്ത് ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ ദൈവത്തിൻ്റെ തിരുവചനം പ്രസംഗിക്കപ്പെടുമ്പോഴും പലരുടെ ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പ്രസംഗിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും? ഇതിന്റെ വിഷയം ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചെല്ലാതെ
അതിനെ തടയുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ ഹൃദയത്തെ കുരുടാക്കി. അപ്പോൾ ഈ ലോകത്തിനൊരു ദൈവമുണ്ട്, അത് ലൂസിഫർ ആണ്, അത് സാത്താനാണ്. അപ്പോൾ ഈ സാത്താനാണ് ജനങ്ങളുടെ ഹൃദയത്തെ തടയുന്നത്. ഈ ശോഭയുള്ള തേജസ്സുള്ള ദൈവത്തിന്റെ സുവിശേഷം ഹൃദയത്തിന്റെ അകത്തോട്ട് കടന്ന് ചെല്ലാതിരിക്കത്തക്കവണ്ണം ഹൃദയങ്ങളെ തടയുന്നത് സാത്താന്റെ കരമാണ്, അവന്റെ ശക്തിയാണ്. പക്ഷേ ഇത് പറയുമ്പോൾ കരമടിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം എന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ ശത്രുവിന്റെ ഹൃദയത്തെ അടച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളൊരൊറ്റ ആള് കാരണമാണ് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ശത്രുവിന് വാഴുവാൻ നിങ്ങൾ വഴിവെട്ടിക്കൊടുത്തത്. സ്തോത്രം. നീ അനുവദിക്കാതെ ഒരിക്കലും ലൂസിഫറോ അവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി പിശാശോ നിന്റെ ആത്മീക ഭൗതിക ജീവിതത്തിൽ കടന്നു വരാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നുവെങ്കിൽ നിങ്ങൾ അനുവദിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. നിങ്ങൾ അനുവദിക്കുന്നത് കൊണ്ടാണ്. അത് എങ്ങനെയാണ് അനുവദിക്കുന്നത്? എൻ്റെ പൊന്നു സാത്താനെ, ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്ന് പേര് വിളിച്ചിട്ടല്ല നിങ്ങൾ അനുവദിക്കുന്നത്. നിങ്ങൾ അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ തിരുവചനത്തിന് ഹൃദയത്തിൽ എടുക്കാതെ നീ അവിശ്വാസിയായിരിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കടന്നു വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ലൂസിഫർ കടന്നു വരുന്ന ഹൃദയം അവിശ്വാസിയുടെ ഹൃദയത്തിലാണ് ലൂസിഫർ കടന്നു വരുന്നത്. കാരണം നീ കേൾക്കുന്ന ദൈവവചനത്തിൽ വിശ്വസിക്കാതെ അതിനെ കുറ്റം പറഞ്ഞ് മാറിയും തിരിഞ്ഞു വരുന്ന ദൈവവചനത്തിനെ നീ ദുഷിക്കുമ്പോൾ, നിരസിച്ചു കളയുമ്പോൾ ഈ സാധ്യത മുതലെടുത്തുകൊണ്ട് ശത്രു നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവം ദൈവത്തിന്റെ തിരുവചനം ശോഭിക്കാതിരിക്കുവാൻ തക്കവണ്ണം എല്ലാവരുടെ ഹൃദയങ്ങളെ അടച്ചു വന്നല്ല പറയുന്നത്, അവിശ്വാസിയുടെ ഹൃദയത്തിനെ കുരുടാക്കി കളഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ വിളിച്ചു പറയുന്നു, നീ അവിശ്വാസിയെങ്കിൽ നിന്റെ ഹൃദയം ശത്രുവിന്റെ ഇരിപ്പിടമാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിനെ സ്വീകരിക്കാത്തവൻ, ആരാധിക്കാത്തവൻ, ആരാധനയ്ക്ക് പോകാൻ മനസ്സില്ലാത്തവൻ, ബൈബിള് വായിക്കാത്തവൻ, ഉപവസിക്കാത്തവൻ, സ്തോത്രം, നിങ്ങൾ അവിശ്വാസികളാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനയോടൊരു പ്രത്യേകത തോന്നത്തില്ല, ആരാധനയോടൊരു പ്രത്യേകത തോന്നത്തില്ല, ദൈവദാസന്മാരോടൊരു സ്നേഹം തോന്നത്തില്ല, ദൈവത്തിന്റെ തിരുവചനത്തിനോടൊരു പ്രത്യേകതയും തോന്നത്തില്ല. കാരണം അത് നിന്റെ അവിശ്വാസം അത്രേ. നിന്റെ അവിശ്വാസം കാരണം നിന്നെ നിയന്ത്രിക്കുന്നത് സാത്താന്റെ ശക്തിയാണ്. അങ്ങനെ നീ അവിശ്വാസിയായി മാറിപ്പോയി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ശത്രു നിന്റെ ഹൃദയത്തിൽ വരുവാൻ കാരണക്കാരാരാണ്? അത് നിങ്ങളാണ്. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? അത് ഹൃദയത്തിൽ വരാൻ കാരണം അത് നിങ്ങളാണ്. അപ്പോൾ നശിക്കുന്നതും നശിക്കാതിരിക്കാനുമുള്ള തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഒരു പാസ്റ്റർക്ക് കഴിയത്തില്ല, വേറെ ആർക്കും കഴിയത്തില്ല. ഞാൻ ജീവിക്കണമോ ഞാൻ നശിക്കണമോ എന്ന് തീരുമാനമെടുക്കേണ്ടവർ നിങ്ങളാണ്. ആമേൻ. എനിക്ക് ജീവിക്കണമെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ദൈവത്തിന് നീ വില കൊടുക്കും. ദൈവത്തിന്റെ തേജസ്സുള്ള ശോഭയുള്ള തിരുവചനത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നവരായിരിക്കും. നിനക്ക് ജീവനുണ്ട്. അത് ഈ ലോകത്തിൽ മാത്രമല്ല, മരണത്തിന് ശേഷവും നിനക്കൊരു നിത്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നിന്നെ നിത്യതയിൽ കൊണ്ടുപോകുന്നതും നിന്നെ നരകത്തിൽ തള്ളിയിടുന്നതും ദൈവത്തിന്റെ വചനത്തിനെ നീ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്ന കെയർ ഓഫിലാണ്. ദൈവത്തിന്റെ വചനത്തിനെ സ്വീകരിക്കുന്നവർ അവര് ജീവനുള്ളവരാണ്, അവര് ജീവിക്കാൻ പോകുന്നവരാണ്. ദൈവത്തിന്റെ തിരുവചനത്തിനെ വിശ്വസിക്കാത്തവർ, ദൈവത്തിന്റെ തിരുവചനം അനുസരിച്ച് ജീവിക്കാത്തവർ, പ്രാർത്ഥിക്കാനും ആ ദൈവിക കാര്യത്തിനകത്ത് ബുദ്ധിമുട്ട് കാണിക്കുന്ന നീ മരണത്തിലോട്ട് ശത്രു നിന്നെ കരം പിടിച്ച് നടത്തുക ആണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. അപ്പോൾ ദൈവത്തിന്റെ തിരുവചനം അത് പ്രകാശമുള്ളതാണ്. യേശുവിനെ പറ്റിയുള്ള ക്രൂശിന്റെ സുവിശേഷം
അത് പ്രകാശമുള്ളതാണ്, അത് തേജസ്സുള്ളതാണ്. ഹല്ലേലൂയ. ആ തേജസ്സിന്റെ സുവിശേഷം അത് നിന്റെ ഹൃദയത്തിന്റെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ നീ ശത്രുവിന് ഇടം കൊടുത്താലും ഏതെങ്കിലും ഒരു സമയത്ത് ആ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ട് ആ ഹൃദയത്തിനെ ഒന്ന് തുറന്നു കൊടുത്ത് ഈ തേജസ്സുള്ള സുവിശേഷം അകത്തോട്ടൊന്ന് വിടുവാൻ ഹൃദയ കവാടം തുറന്നാൽ നിങ്ങൾ ജീവനുള്ളവരായി മാറും. അടുത്തിരിക്കുന്നവരോട് പറ, ജീവനുള്ളവരായി മാറണമെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം സ്വീകരിക്കണമെന്ന് പറ. ആമേൻ. അപ്പോൾ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് ശേഷവും നിനക്കൊരു നിത്യതയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഭൂമിയിൽ ജീവിച്ചോ മരിച്ചോ എന്നുള്ളതല്ല. മരണത്തിന് ശേഷവും നിനക്ക് ജീവിക്കണമെങ്കിൽ ദൈവ തേജസ്സിന്റെ ശോഭയുള്ള ദൈവത്തിന്റെ തിരുവചനം ഹൃദയത്തിൽ ഇടണം. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് നിത്യതയ്ക്ക് അവകാശപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 6:47 പറയുന്നു, യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾക്കൊരു വലിയ വീട് കിട്ടാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം കരമടിച്ചുകൂടെ ആഹ ബഹളം ഉണ്ടാക്കിയേനെ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2-3 പേരുടെ കരം പൊങ്ങി, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കുക. പാസ്റ്റർ ഒരു അടിപൊളി കാര്യം പറയട്ടെ, ഞങ്ങൾ കരമടിക്കാൻ റെഡിയാണ്. സ്തോത്രം. ഇതിൽ പരം അടിപൊളിയായിട്ട് ഒരു കാര്യവും ഇല്ല. നിന്റെ നിത്യതയാണ് ഏറ്റവും വലിയ കാര്യം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് നിത്യതയുണ്ടെന്ന് പറഞ്ഞാൽ കരങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച് കർത്താവിന് ആരാധന കൊടുക്കുക. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിന്റെ തിരുവചനം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനുള്ളൂ, അല്ലാത്തവർക്ക് മരണമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തിരുവചനം വിശ്വസിച്ചത് കൊണ്ടാ സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്നത്. ആ നിങ്ങൾക്ക് നിത്യതയുണ്ടെന്നാ പറയുന്നത്. വചനം വിശ്വസിക്കുന്നവർക്ക് നിത്യതയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, നിത്യത നിന്റെ അവകാശമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, നിത്യത നിന്റെ അവകാശമാണെന്ന് പറ. ആ അവകാശം നിന്റെ സ്വന്തമാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, വചനത്തിനെ സ്വീകരിക്കുക. റോമർ 1:21 വായിച്ചാട്ടെ. റോമർ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. വാക്യം 22. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. മതി. ഹല്ലേലൂയ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആ ഒരു പദം എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ശരിക്കും ഇത് പ്രസംഗിക്കാനുള്ള കാരണം ആ ഒരു പദം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇടപെട്ടത് കൊണ്ടാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. ആരാണ് അവർ? ആരാണ് അവർ? വല്ലാത്ത ചോദ്യ ഭാഷ. ഇങ്ങനെ ഇടയ്ക്ക് ഒരു ചോദിച്ചു കളയരുത് കേട്ടോ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. അപ്പോൾ ഈ അവിശ്വാസി ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞതാ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്? എവിടെങ്കിലുമൊക്കെ ദൈവത്തിന്റെ വചനം കേട്ട് ഇത് സത്യമാണ്, ഒറ്റ രക്ഷകനേ ഉള്ളൂ, അവനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് സ്നാനപ്പെട്ടവർ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞവർ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട നിന്റെ മുഖത്ത് നോക്കിയ ദൈവത്തിന്റെ വചനം ഇന്ന് പാൽക്കാലം വിരൽ ചൂണ്ടുന്നത്. ഞാൻ സ്നാനപ്പെട്ടോണ്ട് ഇപ്പൊ സ്വർഗത്ത് പോകാന്ന് പറഞ്ഞ് നടക്കുക, ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. ഞാൻ സ്നാനപ്പെട്ടോണ്ട് ഇപ്പൊ ഉടലോടെ ചുമ്മാതാ വെറുതെ പാസ്റ്ററുടെ സമയം കളഞ്ഞു, ആ വെള്ളത്തിന്റെ അകത്ത് അഴുക്കുമാക്കി. അങ്ങനുള്ളത് കൊണ്ടാ വചനം പറയുന്നത് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാതെ, മഹത്വം കൊടുക്കാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥന്മാരായി പോയി. വ്യർത്ഥന്മാരെന്ന് പറഞ്ഞാൽ ഒരർത്ഥവും ഇല്ലാത്തവന്മാരായി പോയി.
സ്തോത്രം. ഒരു സമയത്ത് എനിക്ക് രക്ഷപ്പെടുവാൻ, എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി സ്നാനം ഒന്ന് മാത്രമെന്ന് കേൾക്കുകയും 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കരക്കിഴി സ്നാനപ്പെട്ട യേശു കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യോഹന്നാനെ, ഇത് സ്വർഗത്തിന്റെ നീതിയാണ്, അതനുസരിക്കുന്നതാണ് നമുക്കുചിതം. ആ വചനം കേട്ട് പാപപരിഹാരത്തിനായിട്ട് സ്നാനപ്പെട്ട അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ഈ സ്നാനപ്പെട്ടവർ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവരായി മാറി. സ്തോത്രം. എന്നിട്ട് തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥന്മാരെ. എന്താ നിരൂപണം എന്നറിയോ? തുടക്കത്തിലൊക്കെ ഓ എന്തോ ഒരു പ്രാർത്ഥനയാണ്, വീട്ടിലിരുന്ന സമയമില്ല, പ്രാർത്ഥന എത്ര സമയം കിട്ടിയാലും പോരാ, ദാഹമാ, ബൈബിള് വായിക്കണം, അവിടെ പ്രസംഗമുണ്ട്, ആരുടെയെങ്കിലും ചർച്ച ആയിക്കോട്ടെടി, നമുക്ക് അവിടെ ഒന്ന് പോകാം. ലോകം മുഴുവനും ഓടി നടന്ന ഭയങ്കര വൈബ്രേഷനായിരുന്നു. കുറച്ച് നാൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ വൈബ്രേഷനൊക്കെ അങ്ങോട്ട് പോയിട്ട് അങ്ങ് കുറഞ്ഞു. സ്തോത്രം. അങ്ങ് കുറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് വരുന്നത്, ഓ ഇന്ന് ചർച്ചയിൽ പോയില്ലെങ്കിൽ എന്തോ കുഴപ്പം, ഇത്രയും ദിവസം ഞങ്ങളങ്ങ് ചർച്ചയിൽ പോകുമല്ലോ, ഇന്നങ്ങോട്ട് പോയില്ലെങ്കിൽ എന്തുകൊണ്ട് വലിയ സംഭവിക്കാൻ പോകുന്നോ? സ്തോത്രം. അപ്പോ ഇതിങ്ങനെ അങ്ങോട്ട് കുറഞ്ഞു വന്നു. മറ്റേ ദിവസം വൈകിട്ട് 6 മണിയാകുമ്പോഴേ ബൈബിൾ വായിച്ച് പാട്ട് പാടുന്നതാണ്. ഇപ്പം അത് 1.5 ദിവസമാക്കി. സിസ്റ്റമാക്കുക. ഇന്ന് ഉണ്ടെങ്കിൽ നാളെ ഇല്ല, നാളെ ഉണ്ടെങ്കിൽ മറ്റാളില്ല. സിസ്റ്റം. ഇത്രയും നാളെ 3 മണിക്കൂർ പ്രാർത്ഥിച്ച ഇനി മുതൽ 1 മണിക്കൂറത്തേക്ക് ആക്കാൻ പോവുകയാണ്. സിസ്റ്റം. എടാ, നിന്റെ ഹൃദയവാതിലിൻ്റെ അകത്ത് അവിശ്വാസം കയറുന്നതിൻ്റെ ലക്ഷണമാണ് ദൈവത്തിനോടുള്ള ബന്ധം കുറയുന്നത്. നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ ഒരു വിശ്വാസിയാണെങ്കിൽ, നീ സ്നാനപ്പെട്ടവനാണെങ്കിൽ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് കർത്താവിന്റെ മേശയുടെ അടുത്ത് വരും. സ്തോത്രം. എനിക്കറിയാം പലർക്കും ഇപ്പം എന്നോട് കെറിവ് തോന്നുന്നുണ്ട്. മീഡിയക്കകത്തിരുന്ന് കാണുന്നവരോട് എന്നോട് കെറിവ് തോന്നുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളിത് പ്രസംഗിക്കപ്പെടാതെ നിങ്ങൾ നന്നാവില്ലെന്നുള്ള സ്വർഗത്തിനറിയാം. വിശ്വാസം എന്നതോ കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. പ്രസംഗിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം, പ്രസംഗിക്കാൻ ചിലരെ അയക്കാൻ സ്വർഗമുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്, നിങ്ങളെ മോശക്കാരാക്കാനല്ല. മോശക്കാരാക്കാനായിരുന്നെങ്കിൽ തൊണ്ടി സഹിതം ഒരു വേശ്യ സ്ത്രീയെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് അന്നത്തെ നിയമത്തിന്റെ കെയർ ഓഫിൽ യേശുവിനോട് പറഞ്ഞു, യേശുവേ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞ കല്ലുമായി കടന്നു വന്ന ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ തമ്പുരാൻ അവളെ കുറ്റപ്പെടുത്തിയില്ല. അവൾക്ക് വേണ്ടി നിലത്ത് നിയമം എഴുതി ഉണ്ടാക്കിയ എൻ്റെ ദൈവമാ. ഇത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ടു വരാൻ വേണ്ടിയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, സ്നാനപ്പെട്ടവർ ഇന്ന് വെറും മോശപ്പെട്ടവരായി ജീവിക്കുന്ന നിലവാരത്തിലോട്ട് കടന്നു പോകുന്നു. സ്തോത്രം. നീ ഒരു ദൈവമൈതലെന്ന് പറയുന്നത് മീശ പഠിച്ചതോ സ്വർണ്ണമിടുന്നതോ അല്ല. അതിന്റെ മാനദണ്ഡം യേശു എന്ന് പറയുന്ന രക്ഷകനിൽ നിൽക്കണം. സ്നാനപ്പെട്ടവന്റെ ഗുണത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. അതാണ് ഒരു ദൈവമൈതൽ. സ്തോത്രം. അങ്ങനെ അങ്ങ് ചടഞ്ഞുകൂടി അങ്ങ് ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഹൃദയത്തിലോട്ട് സാത്താന് കയറുവാൻ നീ വഴിവെട്ടിക്കൊടുത്തു. സാത്താൻ അകത്ത് കയറി നിന്റെ ഹൃദയത്തെ അങ്ങ് കുരുടാക്കി. സ്തോത്രം. അങ്ങനെ അവർ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥന്മാരായി പോയി. പിന്നത്തെ നിരൂപണമാ, ഓ കഴിഞ്ഞ ആഴ്ച പോയി ആരാധിച്ചു, ദൈവത്തിന് ഇതൊക്കെ അറിയത്തില്ലേ? ഓരോ നിരൂപണങ്ങൾ ഉണ്ടാക്കുക. ഇതിന് വലിയ സാമർഥ്യമുള്ളവരാ വിശ്വാസികൾ, പ്രത്യേകിച്ച് സ്നാനപ്പെട്ടവർ. അല്ലാത്തവരുടെ കാര്യം പോട്ടെ. ഈ സ്നാനപ്പെട്ടവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരൂപിച്ചെടുക്കാൻ ഭയങ്കര സാമർഥ്യമാണ്. ഓ ഞാൻ സ്നാനപ്പെട്ടതില്ലയോ, ദൈവത്തിന് അറിയത്തില്ല ഇന്നത്തെ എൻ്റെ പ്രശ്നം. ഇന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ 850 രൂപ കിട്ടും, അത് ദൈവത്തിന് അറിയത്തില്ലയോ? ഇന്ന് അങ്ങോട്ട് പോയി പ്രാർത്ഥിച്ചാൽ എന്തോ കിട്ടാനാ? അടുത്ത ആഴ്ച ഞാൻ അതിൻ്റെ ഇവിടെ പോയി അങ്ങ് പ്രാർത്ഥിച്ചോളാം. സ്തോത്രം. ഇങ്ങനെ വ്യർത്ഥമായ നിരൂപണങ്ങളിൽ ശത്രു അവരെ കുരുക്കി. എന്റെ വാക്യം 22 പറയുന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് സ്നാനപ്പെട്ടപ്പോൾ അവർക്ക് വിവേകമുണ്ടായിരുന്നു. അവിടെ ഹൃദയത്തിൻ്റെ അകത്ത് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ വെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ
ഈ അവിശ്വാസം അകത്തോട്ട് കയറി ശത്രുവിന് വഴിയൊരുക്കി കൊടുത്തപ്പോൾ ഹല്ലേലൂയ, അവിടെ ഹൃദയം അങ്ങ് ഇരുണ്ടുപോയി. ആമേൻ. എന്നിട്ടും ഞങ്ങൾ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും അവർ പറയുന്നത് ഞങ്ങളങ്ങ് വലിയ മിടുക്കന്മാരാണെന്നാ. അങ്ങനെ പറഞ്ഞ് 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 അവർ മൂഢന്മാരായി മാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പാൽക്കാലം നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, റോമർ 1:21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടെന്ന് പറയുന്നത്, വിരൽ ചൂണ്ടുന്നത് പെന്തക്കോസ്തുകാരെ നിങ്ങളോടാണ്. സ്നാനപ്പെട്ട നിന്റെ മുമ്പിൽ അഭിഷിക്തന്മാർ വിരൽ ചൂണ്ടുകയാണ്. ഇനി സകല മഹത്വം യേശുവിന് കൊടുക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ഈ മഹത്വം കൊടുക്കാൻ, യേശുവിന് മഹത്വം കൊടുക്കുവാൻ പലർക്കും വയ്യ. സ്തോത്രം. അത് അവിശ്വാസിയുടെ ഒരു ലക്ഷണമാണ്. കർത്താവ് സൗഖ്യമാക്കിയാലും സാക്ഷ്യം പറയത്തില്ല. കുറച്ചുകൂടെ ഒന്ന് പറയട്ടെ, കുറച്ചുകൂടെ ഒന്ന് ആകട്ടെ. ഇപ്പം വീട് പണിയുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അടിത്തറ കിട്ടി, ഇനി അതിൻ്റെ തേപ്പാകട്ടെ. തേപ്പാകുമ്പോൾ പറയും ഇനി അതിൻ്റെ മണ്ടയ്ക്ക് കോൺക്രീറ്റ് ആകട്ടെ. കോൺക്രീറ്റ് ആകുമ്പോൾ പറയും ഇനി അതിൻ്റെ മണ്ടയ്ക്ക് ഓടിടട്ടെ. ഓടിട്ട് കഴിയുമ്പോൾ പറയും ഇനിയിപ്പം കൂതാശയൊക്കെ കഴിയട്ടെ. സ്തോത്രം. അവിശ്വാസിയുടെ ലക്ഷണമായത്. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കണ്ട് വിശ്വസിക്കുന്നവൻ ഭാഗ്യമുള്ളവളല്ല. കണ്ട് വിശ്വസിക്കുന്നവൻ ഭാഗ്യമുള്ളവനല്ല, അവനൊരു വിശ്വാസിയല്ല. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ ക്വാളിറ്റി ഇതൊരു സാധാരണ മനുഷ്യനുണ്ടാകത്തില്ല. സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്നവനെ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ. ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവന് മാത്രമേ ആ ഒരു ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാനപ്പെട്ടവർ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ആവേശമുണ്ടാകണം. ബൈബിൾ വായിക്കാൻ ഒരു ആവേശമുണ്ടാകണം. ദൈവദാസന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും മനസ്സുണ്ടാകണം. നിങ്ങൾ പോകുന്ന ചർച്ചിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ മനസ്സുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാർത്ഥനയില്ല. ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ പറയും, പണ്ടാണെങ്കിൽ പോകുമ്പോൾ ഒരു കുരിശും മൂട് കണ്ട കുരിശെങ്കിലും വരയ്ക്കുമായിരുന്നു. ഇപ്പം സ്നാനപ്പെട്ടതോടുകൂടി അതുമില്ല. പണ്ട് അങ്ങനെങ്കിലും ഉണ്ടായിരുന്നു. സ്തോത്രം. മറ്റേ അച്ഛന്മാരെ പേടിച്ചെങ്കിലും ദുഃഖവെള്ളിയാഴ്ചയെങ്കിലും പോകുമായിരുന്നു. പെന്തിക്കോസിന് അതുമില്ല. ഈ കുത്തഴിഞ്ഞു പോകുന്ന സ്വഭാവമുണ്ടല്ലോ, നിങ്ങളില്ലാത്ത നാശം പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയില്ല, ആരാധനയില്ല. ഇന്ന് പലരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഷോക്കേപ്സിൻ്റെ അകത്ത് ഒരു കാഴ്ച വസ്തുവാണ് ബൈബിൾ. നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ബൈബിൾ നൂർത്ത് വെച്ച് നല്ല രസമാണ് കാണാൻ. വീടിനെ അലങ്കരിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമ്മൾ വിചാരിച്ചോണം, വീട്ടുകാർ ഭക്തിയുടെ മൂർത്തി. ഒരു ഭക്തിയുമില്ല, കള്ളത്തരമാണ്. ജീവിതത്തിൽ ആ ബൈബിൾ കയ്യിലെടുത്തിട്ടില്ല. അതിനകത്ത് ABCD അറിയത്തില്ല, പക്ഷേ ഒരുക്കി വെച്ചിരിക്കുക ഷോക്കേപ്സിൻ്റെ അകത്ത് ബൈബിള്. ഇന്ന് അതിലും ചില വില്ലന്മാരുണ്ട്. കാറിൻ്റെ അകത്ത് ഡാഷ്ബോർഡിൻ്റെ അകത്ത് എപ്പോഴും ബൈബിൾ. ആര് കയറിയാലും മനസ്സിലാക്കണേ ഭയങ്കര ഭക്തനാന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇത്തരം സകല സമ്പ്രദായങ്ങളും നിർത്തിക്കോണം. ബൈബിൾ നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്താണ് ഉണ്ടാകേണ്ടത്. ആ വചനത്തിൻ്റെ പ്രകാശനം നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്താണ് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മുതൽ ഇങ്ങനെ തീരുമാനിക്കണം. എൻ്റെ യേശു കർത്താവ് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുവചനം, ആ തിരുവചനത്തിൻ്റെ പ്രകാശനം എൻ്റെ ഹൃദയത്തിൽ ചെല്ലുമ്പോഴാണ് എനിക്ക് നിത്യതയുണ്ടാകുന്നത്. ആ തിരുവചനമാണ് എന്നെ നിത്യതയിലോട്ട് കടത്തിക്കൊണ്ടു പോകുന്നത്. അത് മനസ്സിലായവർ കരങ്ങൾ അടിച്ച് എൻ്റെ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. റോമർ 1:23. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷികൾ, നാൽക്കാലികൾ, ഇഴജാതികൾ എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ആര്? ഒരു സമയത്ത് വിശ്വാസി എന്ന് വിളിപ്പേര് കെട്ടവനാ. സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് അപ്പനും വേണ്ട, എനിക്ക് അമ്മയും വേണ്ട, എൻ്റെ സമുദായവും വേണ്ട, എനിക്ക് എൻ്റെ യേശു മതിയെന്ന് പറഞ്ഞ് ഇറങ്ങിയവനാ. സ്തോത്രം. അന്നെല്ലാം മൗത്തം കർത്താവിനോട് കൊടുക്കുന്നത്. സാക്ഷ്യം പറയാൻ അങ്ങ് ഇടിയ പാസ്റ്റർ ഞങ്ങൾ ഇതൊന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അങ്ങ് സന്തോഷമാണ്.
കാരണം എന്ത് സംഭവിച്ചാലും സാക്ഷ്യം ദൈവത്തിന് കൊടുക്കുമായിരുന്നു. പക്ഷേ അവിശ്വാസം കയറി 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 സാത്താൻ ഇറങ്ങി ഹൃദയത്തിനെ മുരുടാക്കിയപ്പോൾ പറയുന്നു, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ, ഒരു ക്ഷയവുമില്ലാത്ത ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ, അവിശ്വാസികൾ, പക്ഷികൾ, നാൽക്കാലികൾ, ഇഴജന്തുക്കൾ, ഇഴജാതികൾ എന്നിവയുടെ സാദൃശ്യമാക്കി മാറ്റി. ഇപ്പോൾ അവർ പറയുന്നത്, കാൽവറിയിൽ യാഗമായ എൻ്റെ യേശുവാണ് എൻ്റെ രക്ഷകൻ, അവൻ എന്നെ സൗഖ്യമാക്കി, എൻ്റെ തലമുറയെ അനുഗ്രഹിച്ചു, എൻ്റെ കടഭാരം മാറ്റി, എൻ്റെ ക്യാൻസറിനെ മാറ്റി എന്ന് 10,000 പേരോട് സാക്ഷ്യം പറഞ്ഞവർ ഇപ്പൊ പറയുന്നത്, ഞാൻ അവിടെ ചെന്നൊരു നേർച്ച കാഴ്ച നടത്തിയപ്പോൾ എൻ്റെ കാര്യം നടന്നു. കണ്ടോ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എവിടെ പോയി? പട്ടിക്കും പൂച്ചയ്ക്കും പാമ്പിനും മഹത്വം ഓരോന്നിനും അങ്ങോട്ട് കൊടുത്തു. സ്തോത്രം. എത്രമാത്രം നിങ്ങൾ അധപ്പതിച്ച് പോയി എന്ന് ആത്മാവിനോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഇതിനാണോ നീ സ്നാനപ്പെട്ടത്? ഇതിനാണോ നീ യേശുവിനെ അറിഞ്ഞത്? സ്തോത്രം. പൂജ വെക്കാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ സ്നാനപ്പെട്ടവർ പോകുന്നുണ്ടെന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമായ അറിവ് കിട്ടിയത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിനകത്തിരിക്കുന്നവരോ എന്നെ കേൾക്കുന്നവരോ ഉണ്ടെങ്കിൽ നീ നിനക്ക് വേണ്ടി കുഴി വെട്ടുകയാണെന്ന് മറന്നു പോകരുത്. സ്തോത്രം. നീ കടഭാരത്തിൻ്റെ അകത്ത് കിടന്നപ്പോൾ ഈ കൈനോട്ടക്കാരുണ്ടായിരുന്നോ? നീ ക്യാൻസർ പിടിച്ച് മരിക്കാറായി കിടന്നപ്പോൾ ഈ മന്ത്രവാദികൾ ഉണ്ടായിരുന്നോ? അന്ന് നിന്റെ വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിച്ചത് കറുത്ത ബൈബിളും പിടിച്ചു വന്ന കുറച്ച് ദൈവത്തിന്റെ അഭിഷിക്തന്മാര്, കുറച്ച് കുഞ്ഞാടുകളുമാ. ആ പ്രാർത്ഥനയുടെ റിസൾട്ടാ ഇന്ന് നീ ജീവിച്ചിരിക്കുന്നത്. അത് നീ മറന്നല്ലേ? ഇപ്പൊ സകല മഹത്വവും ഇഴജാതികൾക്കും മനുഷ്യനും. സ്തോത്രം. കാരണം എന്താണെന്നറിയാവോ? ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത്. ഓരോ ദിവസവും അവിശ്വാസത്താൽ നീ ജീവിക്കുമ്പോൾ ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വന്നു. അപ്പോൾ എന്തു പറ്റി? സാത്താൻ നിന്റെ ബന്ധുക്കാരനായി. സ്തോത്രം. ഇന്നലെ വരെ പരിശുദ്ധാത്മാവായിരുന്നു നിന്റെ ബന്ധുക്കാരൻ. ഇന്ന് അവിശ്വാസം കാരണം നീ കൂട്ടുപിടിച്ചത് ആരെയാണെന്നറിയാമോ? നീ കൂട്ടുപിടിച്ചത് സാത്താനെ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ പക്ഷികളിലും മൃഗങ്ങളിലും ആശ്രയിക്കും. സ്തോത്രം. സൗഖ്യം തരുന്ന ഒരുവനേ ഉള്ളൂ. വചനം പറയുന്നു, എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. പാമ്പ് സൗഖ്യമാക്കിയ ചരിത്രമില്ല. ബൈബിളിൻ്റെ അകത്ത് പക്ഷി സൗഖ്യമാക്കിയ ചരിത്രമില്ല. ബൈബിളിൻ്റെ അകത്ത് ഒരൊറ്റ സൗഖ്യദായകൻ, അത് യേശുവാണ്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇപ്പം പലരും ചിന്തിച്ചേക്കാം, ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർ മരുന്ന് കഴിക്കത്തില്ലേ? 100% ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, കഴിച്ചിട്ടുണ്ട്, മരുന്ന് കഴിച്ചിട്ടുണ്ട്. മരുന്ന് കഴിക്കുന്നത് പാപമാണെന്ന് ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും കാണിക്കാമോ മരുന്ന് കഴിക്കുന്നത് പാപമാ? നീ സ്നാനപ്പെട്ടവനായിട്ട് മരുന്ന് കഴിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. പക്ഷേ നമ്മൾ മരുന്നിനല്ല ആശ്രയിക്കുന്നത്, നമ്മൾ യേശുവിലാണ് ആശ്രയിക്കുന്നത്. നീ കഴിക്കുന്ന മരുന്ന് പോലും നിനക്ക് സൗഖ്യമാകണമെങ്കിൽ ആ മരുന്നിന്റെ മുകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ആ മരുന്ന് നിനക്ക് അനുകൂലമാണെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമാകണം. സ്തോത്രം. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരു അധ്യായം വായിക്കാം. ആവർത്തന പുസ്തകം 18:9. ആവർത്തന പുസ്തകം 18:9 ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛത കണ്ട് പഠിക്കരുത്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? യഹോവയായ ദൈവം നിനക്ക് തരുന്ന ദേശത്തെത്തിയതിന് ശേഷം, എത്തുന്നതിന് മുമ്പ് എങ്ങനെ ആയിക്കോട്ടെന്നാ, അത് തമ്പുരാന് അതിൻ്റെ അകത്തൊരു വിഷയമില്ല. പക്ഷേ നീ എത്തിയതിന് ശേഷം അവരുടെ മ്ലേച്ഛത നീ കണ്ട് പഠിക്കരുത്. സ്തോത്രം. സ്നാനപ്പെട്ടവർക്ക് വേണ്ടി അടുത്ത ക്രൂരമ്പ് അങ്ങോട്ട് ദൈവം അയക്കുക വചനത്തിൽ കൂടെ. കഴിഞ്ഞ കാലങ്ങളിൽ നീ എങ്ങനെ നടന്നു എന്ന് ദൈവത്തിന് അറിയണ്ട. പക്ഷെ സ്നാനപ്പെട്ട് നിന്നെ ഒരു ദേശത്തോട്ട് ആക്കി വെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മ്ലേച്ഛതകൾ കണ്ട് നീ പഠിക്കാൻ പോകരുത്.
ആ മ്ലേച്ഛത നീ ചെയ്യാൻ പോകരുത്. കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ വചനങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒട്ടുമുക്കാലും വിശ്വാസിയുടെ നേരെ, അവിശ്വാസിയുടെ നേരെ അല്ല. കാരണം സ്വർഗത്തിനറിയാം വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടും വീണ്ടും അവിശ്വാസിയുടെ ലക്ഷണം കാണിക്കുന്നവരുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനറിയാം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആഴമായ എൻ്റെ ഹൃദയത്തിനകത്ത് ഇടപെട്ടപ്പോൾ, ചില കാര്യങ്ങൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ കുഞ്ഞാടിന്റെ മുമ്പിൽ നീ ഇത് പ്രസംഗിക്കണം. ഒരുത്തനെങ്കിലും ഇത് കേട്ട് ഈ തിന്മയുടെ വഴിയിൽ നിന്നൊഴിഞ്ഞാൽ അവന് ജീവൻ ലഭിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം പലരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുന്നില്ലയോ. ചിലർ വിചാരിക്കുന്നില്ല ഇത് പാസ്റ്റർ എൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതെന്ന്. അത് നിന്നെ തന്നെയാണ് കുത്തുന്നത്. ഇനിയിപ്പോൾ ആരെയും കുറ്റം പറയേണ്ട. പാസ്റ്ററുടെ അടുത്ത് ഇന്നാർ വന്ന് പറഞ്ഞതാ, അല്ലെങ്കിൽ ഇന്നാർ നിന്റെ വിവരം പരിശുദ്ധാത്മാവ് പറഞ്ഞത് നിന്നെ തന്നെ വെച്ചാണ് ഈ പറയുന്നത്. സ്തോത്രം. ഇന്ന് ഗുണപ്പെട്ടോണം. ഇന്ന് അടുത്തിരിക്കുന്നോട് എടാ ഇനിയെങ്കിലും നമുക്കൊന്ന് ഗുണപ്പെടണമെന്ന് പറ. അങ്ങോട്ടും ഇങ്ങോട്ടും പറ, ഇനിയെങ്കിലും നമുക്കൊന്ന് ഗുണപ്പെടണമെന്ന് പറ. സ്തോത്രം. എല്ലാവരും കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഇനിയെങ്കിലും നന്നാകണമെന്ന് പറ. വെളിപ്പാട് പുസ്തകം 3:15 എടുത്തെങ്കിൽ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 3:15. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. മതി. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ വാക്യം 15 വെളിപ്പാട് പറയുകയാണ് തമ്പുരാൻ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സ്നാനപ്പെട്ട സർവ്വ എണ്ണത്തിന്റെ പ്രവൃത്തിയെ സ്വർഗം അറിയുന്നുണ്ട്. മനസ്സിലാക്കിക്കോണം. ഒരിക്കൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട നിന്റെ പ്രവൃത്തിയെ സ്വർഗത്തിരുന്നൊരുവൻ അറിയുന്നുണ്ട്. ഇന്നകത്ത് ഭയം കയറണം. ഇന്ന് കരം തല്ലി പൊട്ടിച്ച് തുള്ളിച്ചാടുന്നൊരു സുവിശേഷമല്ലേ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന് അത് ഭയം കയറണം. നീ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, ആരുമില്ലാതെ നീ ഒറ്റയ്ക്ക് നിന്റെ വീട്ടിലിരിക്കുമ്പോൾ നീ ചെയ്യുന്ന പ്രവൃത്തി, ആരുമില്ലാതെ നീ ഒറ്റയ്ക്ക് സമൂഹത്തിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ നിന്റെ ഹൃദയം കൊണ്ട് കണ്ണുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, നീ ദൈവരാജ്യത്തിനോട് കാണിക്കുന്ന പ്രവൃത്തി, ദൈവദാസനോട് കാണിക്കുന്ന പ്രവൃത്തി, അവരെപ്പറ്റി. സ്തോത്രം. ഈ അവിശ്വാസിയുടെ മറ്റൊരു ലക്ഷണം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്ത ഒരാൾ, ഒരു ദേവദാസൻ ചങ്ക് പൊട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ഈ പൈസയോട് വലിയ ആർത്തിയൊന്നും കാണിക്കുന്ന മനുഷ്യനൊന്നുമല്ല. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, എങ്ങനെങ്കിലുമൊക്കെ പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയാണ്. എൻ്റെ ഒരു സ്റ്റൈലുകാരനാണ്. അദ്ദേഹത്തിനോട് ആ ചർച്ചിൽ വരുന്ന ഒരാൾ പറയും, എടാ പാസ്റ്റർക്ക് ഭയങ്കര പൈസയാണ് കേട്ടോ, കോടികൾ ബാങ്കിൽ കിടപ്പുണ്ട്. ഇത് ഒരു ബിസിനസ്സാണ്. അവിശ്വാസിയുടെ ലക്ഷണമാ. വേണ്ടാതീനങ്ങൾ പറയുക. സ്തോത്രം. ഇന്ന് ഈ ചർച്ചിൽ അങ്ങനെ ആരുമില്ലെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. എല്ലാവരുടെ ഹൃദയം ഇന്ന് തുറക്കണം. കുഞ്ഞേ, ഒരു ദേവദാസന്മാർ കോടികൾ ഉണ്ടായിട്ടല്ല അവർ ദൈവവേല ചെയ്യുന്നത്. അവൻ്റെ ജീവിതത്തിൽ എന്നോ ഒരിക്കൽ യേശു ഇടപെട്ടതാ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ക്യാൻസർ വന്ന് ഞാൻ ചത്തുപോയവനാ. ആ യേശു കർത്താവ് എന്നെ ഉയർത്തിയ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് അവനോടുള്ള കടുത്ത സ്നേഹം കൊണ്ടാണ്. പണം നോക്കിയല്ല. 1,33,00,000 രൂപ കടഭാരവുമായിട്ട് ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട എന്നെ ആത്മഹത്യ ചെയ്യരുത് മോനെ എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. അഭിഷേകം തന്ന, അധികാരം തന്ന് കർത്താവ് നിർത്തി. പണം മോഹിച്ചോ പണം കണ്ടോ അല്ല, എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ അറിയുന്ന എൻ്റെ ഒരു ദേവദാസന്മാരും അവർ പണത്തിന് വേണ്ടിയല്ല, അവരെ സൗഖ്യമാക്കിയൊരു ദൈവത്തെ ഉയർത്തുവാൻ വേണ്ടിയാ. സ്തോത്രം. അതുകൊണ്ട് ചർച്ചിൻ്റെ അകത്തിരുന്ന് ദൈവദാസന്മാർക്കെതിരെ ഇങ്ങനത്തെ വാക്കുകൾ വിളിച്ച് പറയരുത്. നീ അറിയാതെ നിന്റെ ബന്ധനം മുറുകിപ്പോകുന്നു. നമ്മൾ ഒരു ദേവദാസനെ പറ്റി അത് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ബന്ധനം മുറുകിപ്പോവുകയാണ്. സ്തോത്രം. നിനക്കാകുമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ കൊടുക്ക്, ഇല്ലെങ്കിൽ വിട്ടേര്. കൊടുക്കുന്നവർ കൊടുക്കട്ടെ. ഹല്ലേലൂയ. തിരിച്ചു പറട്ടെ. വെളിപ്പാട് പുസ്തകം 3:15 പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതോഷ്ണവാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കണ്ടോ, കർത്താവ് പറയുകയാണ്,
സ്നാനപ്പെട്ട സഹോദര സഹോദരി, ഞാൻ നിന്നെ അറിയുന്നു. നീ ഒരു കാലത്ത് ശീതവാനായിരുന്നു. അയ്യോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തമ്പുരാന്റെ കൂടെ വന്ന സ്നാനപ്പെട്ട് ഉഷ്ണവാനായതാ. സ്വർഗത്തിൽ നോക്കുമ്പോ ഇപ്പൊ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഇത് ഭയങ്കര പ്രശ്നമാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞ ശീതോഷ്ണവാനെ ഞാൻ എൻ്റെ നാവിൽ നിന്ന് ഉമിഴ്ന്നു കളയും, തുപ്പിക്കളയുമെന്ന്. അന്ത്യകാല ന്യായവിധിയുടെ മുമ്പിൽ, സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശീതോഷ്ണവാന്റെ പേര് ദൈവം തുപ്പിക്കളയും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, സ്നാനപ്പെട്ട ഒരു സ്വർഗത്ത് പോകാമെന്ന് പറഞ്ഞ റീബാ ബാബ ശാന്തര പറഞ്ഞിരിക്കുക വെറുതെയാണെന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. നീ ശീതോഷ്ണവാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഇത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഹല്ലേലൂയ. ഇത്തരം അവിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവർ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിർഭാഗ്യവാന്മാരും. അടുത്തത് അരിഷ്ടനും ദരിദ്രനും കുരുടനും പിന്നെന്താണ് നഗ്നനുമായി മാറുന്നു. ഇതോടെ പറഞ്ഞു ഞാൻ നിർത്തിയേക്കാം. എനിക്കറിയാം ഇന്നത്തെ പ്രസംഗം നിങ്ങൾക്ക് ഒട്ടും ദഹിക്കത്തില്ല. ആ ഇരിപ്പൊക്കെ കാണുമ്പോഴേ അറിയാം ഇന്ന് വന്നു പോയല്ലോ, ഇന്ന് വരണ്ടെന്ന് വിചാരിച്ചതാ, ഇന്നങ്ങ് പോയതാ. പക്ഷെ ഇതിനായിരുന്നല്ലോ കർത്താവ് എന്ന് വിചാരിക്കുന്നത് ഇതിനകത്തുണ്ടാകും. ഒരു കുഴപ്പമില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച വരാതിരിക്കുന്നത്, അടുത്ത ആഴ്ച ഉണർവിൻ്റെ പ്രസംഗമാണ്. അതെ, സ്തോത്രം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളവൻ എന്താ പറയുന്നതെന്നറിയോ? ഞാനങ്ങ് സമ്പന്നനാന്നാ പറയുന്നത്, എനിക്കൊന്നിനും ഒരു കുറവില്ലെന്നോ. കണ്ടോ എൻ്റെ മക്കൾ എന്നിട്ട് എന്തോ ഉണ്ടായി, എൻ്റെ കൊച്ചതുകൊണ്ട് ഡോക്ടറായി, എനിക്കെന്തോ കുഴപ്പം എന്തോ, അതുകൊണ്ട് എനിക്ക് എന്താ കുഴപ്പം, എൻ്റെ വീട് കണ്ടില്ലയോ, ഞാൻ അതുകൊണ്ട് ഇന്നലെ 1.5 കോടി രൂപയുടെ വണ്ടി വാങ്ങിച്ചില്ലയോ. ഇവരങ്ങ് പറയുന്ന ഞാനങ്ങ് സമ്പന്നനാന്നാ പറയുന്നത്. ഒരു ദിവസം കത്രിമേശ എടുത്തില്ലെങ്കിൽ എന്താ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കുന്നില്ലയോ? ഇഷ്ടം പോലുണ്ട്. എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമായി മാറുന്നു. ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണേ. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന പുള്ളികളെ, ഇന്ന് കുഴപ്പമൊന്നുമില്ല, നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോഴും ദൈവത്തിൻ്റെ നോട്ടത്തിൽ നീ അരിഷ്ടനാണ്. സ്തോത്രം. നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നിർഭാഗ്യവനാണ്, നീ നഗ്നനാണ്. എല്ലാം സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നു, നീ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം തന്ന ദേശത്ത് വന്നിട്ടും നീ ഇപ്പോഴും മ്ലേച്ഛതകളാണ് ചെയ്യുന്നതെങ്കിൽ, ആ മ്ലേച്ഛതയുടെ മധ്യത്തും നീ ജീവനോട് ഇരിക്കുമ്പോൾ നീ വിളിച്ചു പറയുന്നത് ഞാൻ സമ്പന്നനാണെന്നല്ലേ? അത് ലോകം നോക്കുമ്പോൾ നീ സമ്പന്നനാ, പക്ഷെ എന്റെ ദൃഷ്ടിയിൽ നീ സമ്പന്നനല്ല. നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്. സ്തോത്രം. എന്താണ് നിർഭാഗ്യവാൻ എന്നുള്ള അർത്ഥമെന്നറിയാമോ? നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായി അനുഗ്രഹം പ്രാപിക്കാത്തവൻ. സ്തോത്രം പറഞ്ഞേ. തമ്പുരാൻ പറയുന്നു നീ നിർഭാഗ്യവാനാ. അങ്ങനെയുള്ളവർ. എന്താണ് നിർഭാഗ്യവാൻ? നീ ആത്മീക അനുഗ്രഹം പ്രാപിക്കാത്ത ഒരു ദരിദ്രനാ നീ. വെളിപ്പാട് പുസ്തകം 3:19. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ. നീ നഗ്നനാണ്, നീ കുരുടനാണ്, നീ അരിഷ്ടനാണ്, നീ സമ്പന്നൻ എന്ന് പറഞ്ഞ് വിശ്വാസി എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോഴോ സ്വർഗത്തിരുന്ന് ഞാൻ നോക്കുമ്പോൾ നീ അവിശ്വാസിയാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്താണ് 19 പറഞ്ഞത്? ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. ഇന്ന് പൽക്കാലം ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സമയം മുതൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവം നിന്നെ ഏൽപ്പിച്ച വിശ്വാസത്തിന്റെ താലന്ത്, ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ താലന്ത്, അതിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. യേശു അല്ലാതെ മറ്റ് ഒന്നിൻ്റെ പുറകെ പോകാൻ അനുവദിക്കാതെ. ഞാൻ വീണ്ടും പറയട്ടെ, സ്നാനപ്പെട്ടവന്റെ ലക്ഷണം യേശുവിൽ ജീവിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്നാനപ്പെട്ടവന്റെ ലക്ഷണം സ്വർണം ഇടുന്നതും ഇടാത്തതും അല്ല സ്നാനപ്പെട്ടവന്റെ ലക്ഷണം.
മീശ വെക്കുന്നത് വെക്കാത്തതും അല്ല സ്നാനപ്പെട്ടവന്റെ ലക്ഷണം. സ്നാനപ്പെട്ടവന്റെ ലക്ഷണം സ്നാനപ്പെട്ടവന്റെ ഗുണനിലവാരത്തിൽ ജീവിക്കണം. അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ നീ അരിഷ്ടനും നഗ്നനും ഒക്കെ ആയി മാറും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. വാക്യം 19 ആകയാൽ നീ ജാഗ്രതയുള്ളവരായിരിക്കുക. ജാഗ്രത. 20 ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹലോ, ഇന്ന് പകൽക്കാലം ഈ ദൈവ തിരുവചനത്തിൻ്റെ മുമ്പിൽ നിന്റെ ഹൃദയത്തിൻ്റെ വാതിലിനെ തുറന്നാൽ സ്വർഗത്തിരിക്കുന്ന യേശു കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് കടന്നു വരുവാൻ അതിയായി ദാഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്റെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഹൃദയവാതിക്കൽ നിന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, ഇനി ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് നിങ്ങളെ ഇരുത്തി കൊന്നതല്ല. ദൈവം പറയുന്നത് നിങ്ങൾ ജാഗ്രതയുള്ളവരായി ഇന്ന് മുതൽ ജീവിക്കുക. ഞാൻ ഈ സംസാരിച്ചത് മുഴുവനും നിനക്കൊരു മാനസാന്തരമുണ്ടാകാനാണ്. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പിൽ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു തന്നാൽ ഈ നിമിഷം തന്നെ ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കടന്നു വരും. അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് എൻ്റെ ദൈവത്തിൽ അതുകൊണ്ട് നിങ്ങളെ വിശ്വാസ ജീവിതം വർദ്ധിക്കട്ടെ. വെറും ഒരു വിശ്വാസി എന്ന കെയറോഫിൽ നടക്കാതെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്ത് യേശു എന്ന് പറയുന്ന ഒറ്റ രക്ഷകനിൽ ജീവിക്കുക. യോഹന്നാൻ 3:15 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവന് നിത്യതയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയുണ്ട്. സ്തോത്രം. വിശുദ്ധന്മാരിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയില്ല. വിശുദ്ധമതികളിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയില്ല. മാതാവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയില്ല. പരിമല തിരുമേനിയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയില്ല. ഗീവർഗീസ് സഹോദരയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയില്ല. പാസ്റ്റർമാരിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയില്ല. നിത്യത തരുവാൻ ഒരുവൻ മാത്രം, അവന്റെ പേര് യേശു എന്നത്രേ. ആ യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യതയുണ്ട്. എന്നിട്ട് വാക്യം 18 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അപ്പോൾ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവർ ആരാണ്? അവിശ്വാസികളാണ്. വിശ്വാസികൾക്ക് ന്യായവിധി ഇല്ല. ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ ഏറ്റെടുത്ത് കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതിന്റെ കാരണം വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയായി ന്യായവിധി വന്നു കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന് ന്യായവിധി വന്നു കഴിഞ്ഞു. ഇന്ന് പാൽക്കാലം മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലോട് തിരിഞ്ഞു കയറുക. നീ സ്നാനപ്പെട്ടിട്ടും എവിടെങ്കിലുമൊക്കെ തെറ്റുപറ്റിപ്പോയോ? ഭാരപ്പെടരുത്. നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് കർത്താവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. എന്താണ്? നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവരാകണം. സ്തോത്രം. ഇന്ന് ഈ ജാഗ്രത ഉള്ളവരായി ഇന്ന് മുതൽ ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കണം. അതിനു മുമ്പേ തമ്പുരാനോട് അവിടെ ഇരുന്നുണ്ടെന്ന്, കർത്താവേ, ഞാൻ വിശ്വാസി എന്ന് പേരെടുത്തവനാണ്, പക്ഷേ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചില അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നോടൊന്ന് ക്ഷമിച്ചേക്കണമെന്ന് പറഞ്ഞ് ഒന്ന് മാനസാന്തരപ്പെട്ടാട്ട് അവിടെ ഇരുന്ന്. ഹല്ലേലൂയ. ഒന്ന് മാനസാന്തരപ്പെട്ടാട്ട്. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന സ്നാനപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ ആ പാപബോധം ഹൃദയത്തിൻ്റെ അകത്ത് വന്ന് തമ്പുരാനോടൊന്ന് പറ, ഏങ്ങലടിച്ചോണ്ട് പറ, അപ്പാ, പാപം ചെയ്തു പോയി കർത്താവേ, ഒരിക്കലായി എന്നേക്കുമായി ഞാനൊരു പാപത്തിന് പരിഹാരം നടത്തിയവനാ, പക്ഷേ ശത്രു എന്നെ തോൽപ്പിച്ചു. എവിടേക്കോ ശത്രുവിന് കടന്നു കയറുവാൻ ഞാൻ അവിശ്വാസത്തിൻ്റെ വഴികൾ തുറന്നിട്ട് കൊടുത്തു. ഞാൻ ആ മേഖലകളിൽ കർത്താവേ ഞാൻ മാനസാന്തരപ്പെടുന്നു എന്നൊന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. യോഹന്നാൻ 14:6 പറയുന്നു, യേശു അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നുമില്ല. ഹല്ലേലൂയ. യേശു പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും ദൈവത്തിന്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. നീ എത്ര പദയാത്ര നടത്തിയാലും, എത്ര കുമ്പിട്ടാലും, എത്ര മെഴുതിരി കത്തിച്ചാലും, എത്ര മാലയിട്ടാലും, എത്ര വെറ്റില വാഞ്ഞെറിഞ്ഞാലും
സ്വർഗത്ത് കൊണ്ടുപോകാൻ പരിമല തിരുമേനിക്ക് കഴിയത്തില്ല എന്നൊരു സത്യം ഇന്ന് പാൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക. നീ കൃപാസനത്തിൽ ചെന്നിരുന്ന് എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും മറിയയ്ക്ക് നിന്നെ സ്വർഗത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം ഇന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യേശു അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. നിന്നെ സത്യത്തിൽ കൂടെ നടത്താനും ജീവനിലോട്ട് കടത്താനും യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്നിട്ട് പിതാവിൻ്റെ അടുക്കൽ നിന്നെ എത്തിക്കുവാൻ കഴിയും അധികാരമുള്ളവനായ യേശു കർത്താവ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, നിങ്ങൾ മനം തിരിയുക, നിങ്ങളെ സ്വർഗത്ത് കൊണ്ടുപോകാൻ കഴിവുള്ളവൻ ഞാനാണ്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സകല മധ്യസ്ഥന്മാരെ, വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ ഒഴിവാക്കിയുള്ള ഒരാത്മീയ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ഇന്നു മുതൽ തയ്യാറെടുക്കുക. ഏക സത്യമായ ദൈവം, ഒരൊറ്റ രക്ഷകൻ, ഒരൊറ്റ സൗഖ്യദായകൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായ യേശുവാണെന്ന് പറഞ്ഞാൽ ഇന്ന് പാൽക്കാലം മാനസാന്തരപ്പെട്ട് സകല മധ്യസ്ഥ പ്രാർത്ഥനകളെയും കാറ്റിൽ പറത്തുക. യഥാർത്ഥമായ സുവിശേഷത്തിലോട്ട് കടന്നു വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി, നല്ലപോലെ കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുക്കണം.